ഹിസ്റ്ററി വേഴ്സസ് മിസ്റ്ററി, ചരിത്രവും അത്ഭുതവും. ഈ ചരിത്രവും അത്ഭുതവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പക്ഷെ ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം അറിയാം? എന്താണ്? ചരിത്രം അത്ഭുതമാവുന്നത് എങ്ങനെയാണ്? ചരിത്രം അത്ഭുതമാവുന്നത് ചരിത്രത്തെക്കുറിച്ച് വലിയ ഒരു പിടിയില്ലാതെയാവും. നമുക്ക് അതിനെക്കുറിച്ച് ഒരു അവ്യക്തത വരുന്ന സമയത്ത് അതൊരു അത്ഭുതമാവും. നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചരിത്രമാണ് അത്ഭുതം. കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അത്ഭുതമല്ല, അത് ചരിത്രമാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മെയിനായിട്ട് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതായിട്ടുള്ളൊരു വിഷയമാണ് ചരിത്രങ്ങളിൽ ഉത്തരം കിട്ടാതെ അത്ഭുതങ്ങളായി മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും ആദ്യം നിന്റെ മനസ്സിലേക്ക് വരുന്നൊരു ഷേപ്പ് എന്താ? ചരിത്രം അത് അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റ് വരിക പിരമിഡ് തന്നെ. ഈ ഒരു വിഷയം എന്താണെന്ന് പറയാം, എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പം മുതൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ് പിരമിഡ്. പിരമിഡ്, ഫറവോ, എല്ലാ അതായത് ഈ മേഖലയെ കുറിച്ച്. ഒന്നാമത് ഈ ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ്. പ്രത്യേകിച്ച് ഈജിപ്തിലുള്ള ഒരു സാധനം എന്നെ തേടി എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഈ മൊമെന്റിൽ എനിക്ക്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈജിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഭ്രാന്തായിരുന്നു. പ്രത്യേകിച്ച് ആ മോതിരം എൻ്റെ കയ്യിൽ എത്തുന്ന മൊമെന്റ് വരെ ഒരു ഭയങ്കര ക്രേസാണ്. ആ മോതിരം ഈജിപ്തിലൂടെ കടന്ന് എൻ്റെ അടുത്തേക്ക് എത്തി. എനിക്ക് ഇതുവരെ ഈജിപ്തിൽ എത്താൻ പറ്റിയിട്ടില്ല. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവായിരുന്നു, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈം ആവണം എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുള്ളൊരു സാധനമാണ് ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ. ഈജിപ്തിലെ സ്പിങ്സ് ആയിക്കോട്ടെ, ഈജിപ്തിലെ മറ്റ് കൺസ്ട്രക്ഷൻസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് നമ്മൾ അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു സാധനം പിരമിഡ്. പിരമിഡ് എന്തുകൊണ്ടായിരിക്കും ഒരു അത്ഭുതമായിട്ട് മാറിയത്? അതിൻ്റെ നിർമ്മാണം, അത് നിർമ്മിച്ച കാലഘട്ടം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 3500 വർഷങ്ങൾക്ക് മുന്നേ, 5000 വർഷം, ഇതും കൂടി ചേർത്തിട്ട് 5000 വർഷങ്ങളായി. അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇത്രയും സ്റ്റെബിലിറ്റി ഉള്ളൊരു ഷേപ്പ്, ഇത്രയും കൃത്യമായൊരു ഷേപ്പ്, അത്രയും എന്താ പറയുക ഹെവി ആയിട്ടുള്ളൊരു സാധനം. ഇന്ന് അത്തരം വസ്തുക്കളിൽ വളരെയധികം ഭാരം കൂടിയ വസ്തുക്കളുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊന്ന് പിരമിഡാണ്. അത് അത്രയും അതിന് എങ്ങനെയാണ് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു നിർമ്മിതി സംഭവിച്ചത്? അതായത് എങ്ങനെയാന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ എങ്ങനെയെന്ന് പറയുന്ന ചോദ്യമാണ് ശരിക്കും പിരമിഡിനെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നത്. പക്ഷെ ഉത്തരമില്ലാതാക്കി മാറ്റുന്നത് ആർക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് അതായത് നമ്മൾ എന്തിനാണ് അത് ചെയ്തത്, മറ്റാർക്കോ വേണ്ടി ചെയ്തതാണോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരു കാലത്ത് ഭൂമിയിൽ മനുഷ്യരുണ്ടാക്കിയിരുന്ന വലിയ വസ്തുക്കളൊക്കെ മറ്റാർക്കോ വേണ്ടി മനുഷ്യൻ ചെയ്തതായിരുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. കേട്ടിട്ടുണ്ടത്? അതായത് നമ്മൾ ഇന്ന് ഈ കാണുന്ന ക്രോപ്പ് സർക്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ക്രോപ്പ് സർക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമുക്കറിയാം മറ്റേതോ ഗ്രഹത്തിൽ നിന്നും വന്ന് ഭൂമിയിൽ വട്ടം വരച്ചിട്ട് പോകുന്നതിനാണ് നമ്മൾ ഈ ക്രോപ്പ് സർക്കിൾസ് എന്ന് പറയുന്നത്. ഈ ക്രോപ്പ് സർക്കിൾസ് പോലെ തന്നെ മറ്റാരോ വരച്ചതല്ല, മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ മറ്റാർക്കോ വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ആ ഒരു കോൺസെപ്റ്റ് പിരമിഡിന് ചുറ്റിപ്പറ്റിയുണ്ട്. അതായത് പിരമിഡിന്റെ യഥാർത്ഥ രൂപം താഴെന്ന് നമ്മൾ കാണുന്ന രൂപമല്ല. അത് താഴെന്ന് പറയാൻ കാരണം എന്താ, അത്രയും ഹൈറ്റിലാണ് ഈ സാധനം നിൽക്കുന്നത്. അതിന്റെ നമ്മൾ കാണുന്ന വിഷ്വൽ അല്ല, അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് അതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ശിവലിംഗം മുകളിൽ നിന്നാണ് കാണേണ്ടത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. ശിവലിംഗം കാണേണ്ടത് മുകളിൽ നിന്നാണ്. അതേപോലെ ഈ 3 പിരമിഡുകൾ ഒരുമിച്ച് നിൽക്കുന്നത് മുകളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഹെവി ആയിട്ട് ഉണ്ടാക്കിയത്. കോൺസ്പിറസിയാണ്. അതായത് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ഉള്ളൊരു സാധനത്തിനെ നമുക്ക് ശാസ്ത്രമായിട്ട് പറയാം, പക്ഷെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തൊരു സാധനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്പിറസി. അപ്പോഴാണല്ലോ ഒരു ഗൂഢാലോചന സിദ്ധാന്തം ജനിക്കുന്നത്. പലപ്പോഴും അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവുക? അത്
ആർക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് സ്വാഭാവികമായിട്ടും മനുഷ്യനല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയിട്ട്? ഭൂമിക്ക് പുറത്തു നിന്നുള്ള മറ്റൊരു ഭൂമിയിൽ മനുഷ്യനല്ലാതെ വേറൊരാൾക്ക് പിരമിഡ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു, ഒരു നായ അതിന്റെ മുകളിൽ കയറിയിട്ട് കുറച്ചു നേരം നിന്നിട്ട് തിരിച്ചു വന്നു. അവനെ സംബന്ധിച്ചിട്ട് അത് പിരമിഡ് ആണോ, കല്ലിന്റെ കൂമ്പാരം, ഒരു കല്ലിന്റെ കൂമ്പാരം, അതിനെ സംബന്ധിച്ചിട്ട് അതൊരു വിഷയമേ അല്ല. പക്ഷെ മനുഷ്യനല്ലെങ്കിൽ പിന്നെ പിരമിഡ് കൊണ്ടുള്ള ഉപകാരം ലോകത്തിൽ അന്യഗ്രഹ ജീവികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെയാണ് ഇതിന്റെ എക്സിസ്റ്റൻസ് വരുന്നു. അതായത് അന്യഗ്രഹ ജീവികൾ വരുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒന്ന് മനുഷ്യനെ കൊണ്ട് സൃഷ്ടിപ്പിക്കുന്നു. അവര് സൃഷ്ടിക്കല്ല, മനുഷ്യനെ കൊണ്ട് സൃഷ്ടിപ്പിക്കുകയാണ്. മനസ്സിലായോ? ആ ഒരു കോൺസെപ്റ്റില് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും കുറെ പോയിന്റ്സ് ഉണ്ട്. വിശ്വസിക്കാതിരിക്കാനുള്ള പോയിന്റ്സ് ഉണ്ട്. അതായത് അന്യഗ്രഹ ജീവികളല്ല ഈ പിരമിഡ് ഉണ്ടാക്കിയത് എന്നുള്ളതിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ പോയിന്റ്സ് ഉണ്ട്. മനുഷ്യനല്ല എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? മനുഷ്യനല്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ പിരമിഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ലുകളുടെ ലൈംസ്റ്റോണുകളും ഗ്രാനൈറ്റുകളും ഭാരവും. അത് വലിയ വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചിട്ട് പോലും 2.5 ടൺ ഒരു കല്ലിന്റെ അപ്രോക്സിമേറ്റ് വെയിറ്റ് ആണ് പറയുന്നത്. അതിൽ കുറയാനും ചാൻസ് ഉണ്ട്. അപ്പം അത്രയും വലിയ ഒരു ക്രെയിനുകൾ ഉപയോഗിച്ച് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവർ ആ കാലഘട്ടത്തിലുള്ള മനുഷ്യർ ചെയ്തു എന്ന് പറയുമ്പോൾ അത് എന്ത് ടെക്നോളജി അവർ യൂസ് ചെയ്തു ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. അത് അന്നത് ആദ്യമായിട്ട് ഈ പിരമിഡിനെ കുറിച്ച് ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ അന്ന് ചിന്തിച്ച ഒരു കാര്യം ബാലരമയിൽ പണ്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു സംഭവമായിരുന്നു അത്. അപ്പൊ അന്ന് മുതൽക്കുള്ളൊരു സംശയമായിരുന്നത് എങ്ങനെയാണായിരിക്കും ഇവര് അത്. അന്ന് ഈ ഈജിപ്തിലെ ഈ പിരമിഡ് ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ പുരാതന കാലത്തെ ലോകാത്ഭുതങ്ങളുടെ പട്ടിക എടുത്തപ്പോഴും അതിലൊന്നാണ്, ആധുനിക കാല പട്ടികയിൽ എടുത്തപ്പോഴും അതിലൊന്നാണ്. കാലങ്ങളോളമായിട്ട് നമ്മുടെ മുമ്പിൽ ഇനി അടുത്ത ഒരു പട്ടിക അതിലുണ്ടാവും. ഇതെന്തായാലും ഇത് മാറില്ല. അത് അത്രയും അത്ഭുതം തന്നെ ആയിട്ടാണ്. അതുകൊണ്ട് ആ ഒരു എന്തുകൊണ്ട് എങ്ങനെയാണ് അവർ ചെയ്തു? അത്രയും ഹൈറ്റ്, അത്രയും ആ ഏറ്റവും മുകളിലേക്കൊക്കെ ഉള്ള ഭാഗത്തേക്ക് എങ്ങനെ ഈ കല്ലവർ എത്തിച്ചു? ഇതില് ഇപ്പം ഞാൻ ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് അന്വേഷിച്ചപ്പം കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം. അതായത് ഇപ്പം മറ്റേ ലിവർ കോഡ് എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ പ്ലാനറ്റോറിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് കുഞ്ഞന് വരെ ഒറ്റ കൈ കൊണ്ട് ഒരു മാരുതി 800 പൊക്കാൻ പറ്റും. ലിവർ കോഡിന്റെ ഒരു എക്സാമ്പിൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര ഹെവി ആയിട്ടുള്ള ഒരു സാധനം ഈ ഒരു തോട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മേ ബി അങ്ങനെ ഒരു പോസിബിലിറ്റി അവർ ചെയ്തിട്ടുണ്ടാവാം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ ഒരു സിദ്ധാന്തം പോലും വന്നിട്ടുള്ളത് പിരമിഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ്. അതെ, ആർക്കിമിഡീസിന്റെ തത്വങ്ങൾപ്പെട്ട ഒരു ലിവർ കോഡിന്റെ. പക്ഷെ ആർക്കിമിഡീസ് എന്തായാലും മലയാളത്തിൽ പറയുന്നത് എന്തായിരുന്നു? ഉത്തോലകം എന്ന. പക്ഷെ ആ ഒരു സംഭവം കുറെ കാലത്തിന് ശേഷം വന്നു. അതിനിപ്പോ മുന്നേ അത് ഉണ്ടോ? അല്ല, അത് ലിവർ കോഡ് എന്ന് പറയുന്ന പേരിലേക്ക് വന്നത് മനുഷ്യൻ ഡെവലപ്പ് ആയതിനു ശേഷമായിരിക്കും. പക്ഷെ ചിന്തകൾ അന്നും ഉണ്ടാവുമല്ലോ, മനസ്സിലായോ? അതായത് പണ്ടാരോ പറഞ്ഞ കാര്യം, മനുഷ്യൻ ഓക്സിജൻ കണ്ടെത്തിയത് ഇന്ന സമയത്താണ്, അതിന് മുമ്പേ എന്താ യോജിച്ചിരുന്നത് ചോദിക്കുന്ന പോലെ. അതിന് മുമ്പേ ഓക്സിജൻ ഉണ്ട്. ഇതേ സാധനം ലിവർ കോഡ് ആയി എന്ന് പറയുന്നത് ഇപ്പോഴായിരിക്കും. ഇതേപോലെ അവർക്ക് ഈ റാമ്പ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നുണ്ട്. അതായത് ഈ പിരമിഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർ റാമ്പുകൾ ഉണ്ടാക്കിയിട്ട് റോളേഴ്സ് വെച്ചിട്ട്, അതായത് മരങ്ങളില്ലേ, കാറ്റാടി മരം പോലത്തെ ഉരുണ്ട മരങ്ങൾ, അതിന്റെ പീസുകൾ വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള കല്ലുകൾ ഉരുട്ടി കയറ്റിയതിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ചളിയും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് കുഴമ്പ് പോലെ ഒരു മിശ്രിതം ഈ റാമ്പിലിട്ടിട്ട് 2 സൈഡിൽ നിന്ന് മനുഷ്യന്മാർ വലിച്ച് കൊണ്ടുപോകും. മനുഷ്യന്മാരുണ്ടോ ആനകളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്തായാലും കെട്ടി വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത് വളരെ സ്മൂത്ത് ആയിട്ട് പോവായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഇന്ന് നോക്കുന്ന സമയത്ത് AI വെച്ചിട്ട് തന്നെ ഇവര് പിരമിഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് പലരും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവിടെ നീ പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഇത്രയും ഹെവി ആയിട്ടുള്ള കല്ലുകൾ, അതായത് 2.5 ടണ്ണോളം ഭാരമുള്ള ഈ കല്ലുകൾ, അതിനെ എത്ര 23 ലക്ഷം
അതെ 2.3 മില്യൺ എണ്ണവും കൂടുതലാണ്, ചിന്തിക്കാൻ പറ്റില്ല. ഒരു കല്ലിന്റെ വെയിറ്റ് ആണ് നമ്മൾ പറയുന്ന ഈ 2.5 ടൺ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള 23 ലക്ഷം കല്ലുകൾ നിരത്തിയിട്ടാണ് ഈ ഒരു പിരമിഡ് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അതും 30 വർഷത്തിനുള്ളിൽ. 30 വർഷം ഇസ് ഇറ്റ് പോസിബിൾ? അതാണൊരു പോസിബിൾ ആണ് അന്നാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു സാധനം. കാരണം ഇപ്പോൾ 30 വർഷം എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 11,000 ദിവസം. അപ്പോൾ ഒരു ദിവസം എത്ര കല്ലുകൾ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കഷ്ടിച്ചൊരു 100-200 കല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഈ പിരമിഡിന്റെ അത് 30 വർഷം കൊണ്ടെന്ന് പറയുമ്പോൾ 1 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ തലമുറകളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന അതേ ജോലിയിൽ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ മോനും വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ 3 തലമുറകളോളം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ മനുഷ്യന് പറ്റുന്ന ഒരു സാധനമാണ് എന്ന് തോന്നുന്നു. ഇനി അതിന് വേണ്ടിയിട്ട് ഏലിയൻസ് എന്തെങ്കിലും ടെക്നോളജി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള മനുഷ്യനിർമ്മിതമാണെന്നാണ് നമ്മൾ ഇതുവരെ എല്ലാ തെളിവുകളിലും നമ്മുടെ പഠനങ്ങളും എല്ലാം പറയുന്നത് മനുഷ്യനിർമ്മിതം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അത്ഭുതപ്പെടാനില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ അവർ ചെയ്തു എന്നുള്ളതിനൊരു തെളിവ് ഇപ്പോഴും കിട്ടിയിട്ടുണ്ടോ? തെളിവില്ല. അതാ ഞാൻ പറഞ്ഞത്. അത് ഇപ്പൊ തെളിവുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് പിരമിഡ് വരില്ല. തെളിവില്ല, പക്ഷെ പോസിബിലിറ്റീസ് ഉണ്ട്. അതായത് ഇങ്ങനെയാവാം അങ്ങനെയാവാം എന്ന് പറയാം. ഇതേ സാധനം ഏലിയൻസിന് വേണ്ടി വാദിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ പറയാം ഒരിക്കലും അന്ന് മനുഷ്യന് പറ്റില്ല. പക്ഷെ ഇതിൽ വേറൊരു സാധനം കൂടി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ മനുഷ്യനും ഏലിയൻസും എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ വിശ്വാസ്യതയുള്ള വേറൊരു സാധനം ഈ പറയുന്ന സ്ഫിങ്സും പിരമിഡും ഒക്കെ മനുഷ്യന്റെ ഈ ഒരു കാലഘട്ടം, അതായത് നമ്മളിപ്പോൾ ഐസ് ഏജിന് ശേഷം വന്നിട്ടുള്ള ഈ ഒരു ടൈമില്ലേ, ഇതൊന്നും അല്ലാതെ അതിനു മുമ്പേ മനുഷ്യനൊരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്നും ആ സമയത്താണ് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തതെന്നും പറയുന്ന കുറച്ച് ആളുകളുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ കാണുന്നതിനേക്കാളും പഴയതാവാം. അതായത് നമ്മളിപ്പോ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ നിയോലിത്തിക് വാലിയോലിത്തിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ഏജുകളെ കുറിച്ച് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുക്കും മുന്നേ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ടെക്നോളജിക്കലി മനുഷ്യൻ വളർന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അവിടെ ഒരു എക്സ്റ്റൻഷൻ സംഭവിച്ചിട്ടുണ്ടാവാം. അതിന്റെ ഭാഗമായിരിക്കാം ഇപ്പൊ നമ്മൾ കാണുന്ന പിരമിഡ്. എന്നാൽ ഇതേ പിരമിഡ് അന്ന് നശിച്ചു പോയതിന്റെ അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം നിലനിർത്തിക്കൊണ്ട് ഇവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാണോന്നും പറയാൻ പറ്റില്ല. അതായത് അന്നുണ്ടായിരുന്ന വലിയൊരു പിരമിഡിന്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുകയും അതിനെ പിന്നീട് ഈ മറ്റേ അഖ്നാദൻ കുഫു ആ ഒരു സമയത്ത് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണോ എന്നും അതും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഓൾറെഡി ഉള്ള സാധനം പിന്നീട് യൂസ് ചെയ്തതാണോ എന്ന് പറയാം. അതിൽ തന്നെ പറയുന്ന വിഷയമാണ് ഈ കല്ലുകൾ, ഗ്രാനൈറ്റ് ലൈംസ്റ്റോൺ കല്ലുകൾ എന്ന് പറയുന്നത് എത്രയോ കിലോമീറ്റർ ദൂരെ നിന്നും നൈൽ നദി വഴി ചങ്ങാടം കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് മറ്റേ കനാല് കെട്ടിയിട്ട് ആ കനാലിലൂടെയാണ് ഈ കല്ലുകൾ കൊണ്ടുവന്നത്. മറ്റേ ഇത്രയും ഹെവി ആയിട്ടുള്ള കല്ലുകൾ മറ്റെത്രയോ ദൂരേന്ന് എത്രയോ കിലോമീറ്ററുകൾ ദൂരേന്ന് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ പേരിൽ കെട്ടി വലിച്ചു കൊണ്ടുവരും. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഇതൊരു മിസ്റ്ററി ആണ് എന്ന് പറയുന്നത്. അപ്പം ഇതേ തോട്ടിൽ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് സെയിം പ്രോസസ്സിൽ ചിന്തിക്കേണ്ട ഒരു സാധനം. ഏതാ പറയാ? ഒരു ക്ഷേത്രമായിരിക്കും. അതെ, സെയിം സാധനം. അതായത് കൈലാസ ക്ഷേത്രം. എല്ലോറ കേസിലുള്ള കൈലാസ ക്ഷേത്രത്തിൽ ഒരൊറ്റ മല, പാറന്ന് അതിന് പറയാൻ പറ്റില്ല, ഒരു വലിയ മല, അതിൻ്റെ ഉള്ളിൽ നിന്ന് കാർവ് ചെയ്തിട്ട് ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നു. പിരമിഡ് ഓക്കെ, അതെ, പിരമിഡ് ഓക്കെ എന്ന് ഞാൻ പറയുമ്പോൾ അതിന്റെ ഹെവിനെസ് എനിക്ക് അറിയാം. എന്നാലും ഞാൻ പറയാണ് പിരമിഡ് പോസിബിൾ ആണ്. അതായത് അന്നത്തെ കാലത്തെ മനുഷ്യർക്ക് 30 വർഷം കൊണ്ട് പോസിബിൾ ആണ്. പക്ഷെ ഇത് കൈലാസ ക്ഷേത്രം സത്യം ഞാൻ കിളി പോയി നിന്നിട്ടുണ്ട് അതിൻ്റെ മുമ്പിൽ. അന്ന് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അന്ന് ഞാൻ വെറും ഒരു ആർട്ട് സ്റ്റുഡൻ്റ് ആയിരുന്നു. അതായത് എൻ്റെ കോളേജിൽ നിന്ന് കൊണ്ടുപോയി നിനക്ക് മിസ്സായ ഒരു, എനിക്ക് നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒരു ചാൻസ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് വിചാരിച്ച് ഞാൻ കാണുന്ന അജന്ത എല്ലോറ ട്രിപ്പ് പോയതാണ്. പക്ഷെ അത് ഇന്ന് ഞാൻ അതിൻ്റെ മുമ്പിൽ ഞാൻ ഞെട്ടി നിന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. സ്റ്റിൽ എൻ്റെ മനസ്സിലെ ഒരു വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഒരു ട്രിപ്പ് അജന്ത എല്ലോറ പോയിട്ട് കൈലാസ ക്ഷേത്രം കാണുക എന്ന് പറയുന്നത്. കാരണം ഇന്ന് കാണുമ്പോൾ അതിൻ്റെ ആ വലുപ്പം എനിക്ക് മനസ്സിലാവും.
അന്ന് എനിക്ക് അതിന്റെ ആർട്ട് മാത്രം, അതിൽ ശില്പങ്ങളും അജന്തയിലെ ശില്പങ്ങളും അത്രേ ഉള്ളൂ. ആ ആർട്ട് കാണുന്നു, ഓക്കെ ഇതിനെ കുറിച്ചല്ലേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്, കവിത ടീച്ചർ പഠിപ്പിച്ചത് ഈ സാധനത്തിനെ കുറിച്ചല്ലേ, അതൊക്കെ നേരിട്ട് കാണുന്നു, അതിനെ സ്കെച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ ഇതൊരു വലിയ മല റൈവ് ചെയ്ത് ചെയ്തതാണെന്നും അത് അന്നത്തെ ടൂൾസ് പോലില്ല, അന്നത്തെ മനുഷ്യര് ചെയ്തതാണെന്നും, ടൺ ഓഫ് സ്റ്റോൺസ് കാർവ് ചെയ്ത് കളഞ്ഞു എന്നാ പറയുന്നത്. അത് എവിടേക്ക് പോയിന്ന് അൺനോൺ, ആർക്കറിയില്ല. അത് അതിന്റെ ആ വേസ്റ്റേജ് ഒന്നും ഇല്ല, ചുറ്റുപാട് എവിടെയും. ചുറ്റുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോവാത്ത ഒരാൾക്ക് മനസ്സിലാവില്ല. ഇത് ഒരു മലഞ്ചെരിവാണ്. ആ മലഞ്ചെരിവിലെ പല ഭാഗങ്ങളും ഇവർ കാർവ് ചെയ്ത് കേവ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊക്കെ ബുദ്ധന്റെ സ്കൾപ്ചേഴ്സും കാണാൻ പറ്റും. അതില് കേവ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കുറെ കേവ്സ് ഉണ്ട്. അതിൽ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ട് ഒരു സ്പേസിൽ, അതായത് ഓൾറെഡി ഉള്ള ഒരു മലേനെ ഒരു സ്പേസിൽ കട്ട് ചെയ്ത് നടുക്കത്തെ ഒരു പാർട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നുമില്ല. ഒരു പാറേനെ കാർവ് ചെയ്തിട്ട് അവര് അതിന്റെ ഫുൾ അതില് ഫ്രണ്ടിലിരിക്കുന്ന ഒരു നന്ദികേശൻ ഉണ്ട്. ആ നന്ദികേശൻ പോലും എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല, പുറത്തുനിന്ന് ഒരു പാറ കൊണ്ടുവന്ന് കൊത്തി വെച്ചതല്ല. അതായത് ഇങ്ങനെ ഒരു സാധനം ഇതിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് കൊത്തി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, അതിനെ കുറിച്ച് ഞാൻ വേറൊരു കഥ കേട്ടത് എന്താ വെച്ചാൽ, പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് ഇത് നശിപ്പിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു, പക്ഷെ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. അത് ബ്രിട്ടീഷുകാരുടെയും ഉണ്ട്, വേറെ ചില വർഗീയവാദികളുടെയും ഉണ്ട്. അതായത് വർഗീയവാദികളായിട്ടുള്ള കുറച്ച് പേര് ക്ഷേത്രങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയുണ്ട്. 2 കഥകളുണ്ട്. അതിൽ ഏതാണ് റിയാലിറ്റി എന്ന് അറിയില്ല. അതിൽ തന്നെ ചിലതും, കാരണം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധന്റെ തല വെട്ടി കളഞ്ഞതും പറയുന്നുണ്ട്. അതിലെ ചില ആനകളുടെ തുമ്പിക്കൈയൊക്കെ മുറിച്ച് ഒരൊറ്റ ശില്പത്തിന്റെയും തുമ്പിക്കൈ ഉണ്ടാവില്ല. കൈലാസ ക്ഷേത്രത്തിൽ എലിഫന്റ കേവ്സ്, ഏറ്റവും വിഷമം തോന്നുന്നത് എലിഫന്റ കേവ്സിലും പിന്നെ അജന്തയിലും നമ്മൾ ചെല്ലുമ്പോ പൂർണ്ണമായിട്ട് ഒരൊറ്റ ശില്പം കാണാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കേടുപാട് അതിന് മറ്റേ ബുദ്ധന്റെ തല പോയിട്ടുണ്ടാവും, ചിലപ്പോ ബുദ്ധന്റെ ചെവി വെട്ടിയിട്ടുണ്ടാവും, മൂക്ക് വെട്ടിയിട്ടുണ്ടാവും. നമുക്കെന്താ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മളെന്താ ചിന്തിക്കുന്നത്, സ്കൾപ്ചർ അല്ലേ, അതിൽ ചിലപ്പോൾ ഒളി തെറ്റുന്ന സമയത്ത് അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഓർണമെന്റ്സ് വരെ, ഓർണമെന്റ്സ് വരെ എത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ആളുകൾ എന്തായാലും ഇത് പൊട്ടിച്ചിടേണ്ട ആവശ്യമില്ല. അവിടെയാണ് അതിന്റെ കാര്യം. ഇപ്പം ഞാനൊരു സ്കൾപ്ചർ പഠിച്ചിട്ടുള്ള ഒരു ബിരുദധാരിയാണ്. അപ്പൊ ഒരു കല്ല് നമ്മൾ ചെയ്യുമ്പോൾ ആ കല്ലിന്റെ സ്വഭാവം അറിഞ്ഞിട്ടാണ് അതിലേക്ക് ഉളി വെക്കുക. അതൊക്കെ നമുക്ക് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അതായത് സോഫ്റ്റ് ആയിട്ടുള്ള കല്ലുകൾ നമ്മൾ തിരഞ്ഞെടുക്കും, അടിക്കുമ്പോൾ ചിന്നി പോകുന്ന കല്ലുകൾ നമ്മൾ തിരഞ്ഞെടുക്കില്ല. മരങ്ങളായാലും ശരി, കല്ലായാലും ശരി, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു സാധനം എടുത്തിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒരു എൻറ്റയർ മൗണ്ടെയിൻ, ഇതിൽ ഏതൊക്കെ ഭാഗത്ത് ഇത് അടിച്ചു കഴിഞ്ഞാൽ ചെതറിപ്പോവും, അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കഷ്ണം പൊട്ടി, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെയായിരിക്കും അവർ ഒരു സാധനം. അതെ, ഒരു കല്ലിൽ ചെയ്യുമ്പോൾ തന്നെയുള്ള പ്രയാസം അത്രയുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന അവസ്ഥയെ കുറിച്ച്. അപ്പൊ ഈ ഇത്രയും വേസ്റ്റ് റിമൂവ് ചെയ്യാൻ ഒരു വാഹനം പോലും ഇല്ലാത്ത സാഹചര്യം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. സോ അത് ഹിസ്റ്ററിയാണോ മിസ്റ്ററിയാണോ ഇപ്പോഴും അതൊരു ഉത്തരമില്ലാത്തൊരു ചോദ്യമായി നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പിരമിഡിനെ കുറിച്ച് സംസാരിച്ചു. അത് ഇത്രയും വലിയൊരു നിർമ്മിതി, അതൊരു 30 കൊല്ലം കൊണ്ടൊക്കെയാണ് അത് നിർമ്മിക്കുന്നത് എന്നൊക്കെ നമ്മൾ കുറേ സംസാരിച്ചു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് പാറക്കഷ്ണങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു വലിയ മല തന്നെ കൊത്തിയെടുത്തു എന്ന് പറഞ്ഞ ഈ ക്ഷേത്രം എത്ര കാലഘട്ടം എടുത്തിട്ടുണ്ടാവും അത് പൂർത്തിയാവും? അത് ഇപ്പോഴും കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അതായത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറയുന്നൊരു കാര്യം, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവർ പറയുന്നൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C600 മുതൽ 1000 അതിൻ്റെ ഇടയിലുള്ള ഒരു 400 വർഷത്തിന്റെ ഇടയിലാണ് ഈ ഒരു കേവ്സ് സംഭവിച്ചു. അതായത് എല്ലോറ കേവ്സ് സൃഷ്ടിച്ചത്. ഈ ടെമ്പിൾ മാത്രമല്ല, എല്ലോറ കേവ്സ്, അതായത് ഏകദേശം 34 കേവ്സ് ഉണ്ട് അവിടെ. അതിലെ 16ാമത്തെ കേവ് ആണ് കൈലാസ ക്ഷേത്രമായിട്ട് വരുന്നത്. ഈ 34 കേവ്സ് എന്ന് പറയുമ്പോൾ അതിലൊക്കെ ബുദ്ധന്റെ
സ്കൾപ്ചേഴ്സ് ആണ് അതിലുള്ളത്. ബുദ്ധന്റെ ഫുൾ സ്കൾപ്ചർ ഉണ്ട്, മെഡിറ്റേറ്റ് ചെയ്യുന്ന സ്കൾപ്ചർ ഉണ്ട്, ബസ്റ്റ് സ്കൾപ്ചർ ഉണ്ട്, അനന്തശയനത്തിൽ ബുദ്ധൻ കിടക്കുന്ന സ്കൾപ്ചർ ഉണ്ട്. ചിലത് ഈ പറഞ്ഞ പോലെ തന്നെ വവ്വാലുകൾ മാത്രമുള്ള, അതായത് വവ്വാലുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതും. എനിക്കിപ്പോഴും വവ്വാലുകളുടെ ഗുഹ ഈ മറ്റേ അജന്ത എല്ലോറ കേവ്സ് എന്ന് പറയുമ്പം മനസ്സിൽ ഫസ്റ്റ് വരുന്നത് ഇതിന്റെ മണം, വവ്വാലിന്റെ ഒരു മണമാണ്. ഇത് നമ്മളിങ്ങനെ നടന്ന് ഏകദേശം കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം നടുക്കായിട്ടാണ് ഈ കൈലാസ ക്ഷേത്രം വരുന്നത്. ഇപ്പൊ ഞങ്ങൾ അന്ന് ടൂറ് പോയതൊരു 15 ദിവസത്തേക്ക് ഒരു 10-12 പേര് ഒരുമിച്ചിട്ടാണ് ടൂറ് പോയത്, സാറും കൂടി ചേർന്നത്. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീജിൻ എന്ന് പറയുന്ന ഒരു പയ്യുണ്ട്. അതായത് നമ്മുടെ കൂട്ടത്തിൽ പൊതുവെ ടൂറ് പോകുമ്പോൾ പാഞ്ഞ് നടക്കുന്ന ഒരുത്തുണ്ട്. അതാണ് ഇവൻ ഇതിങ്ങനെ പരന്ന് കിടക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു സീ പോലെ ഇങ്ങനെ കിടക്കണം. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് 34ാമത്തെ കേവ് കാണാൻ പറ്റും. അങ്ങനെ നിൽക്കണം, ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പോകുന്ന സമയത്ത് ഇവൻ ഇപ്പുറത്തെ കൂടെ കയറിയിട്ട് മുകളിലെത്തി. അവിടുന്ന് അവൻ എന്നെ വിളിച്ചപ്പം അവന് അവിടെ നിന്നുള്ള വിഷ്വല് ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ ഞങ്ങള് മുകളിൽ കയറിയിട്ട് നോക്കി. ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ, അതായത് ഇങ്ങനത്തെ ഈ ഹെവി സാധനങ്ങൾ, അതായത് വലിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ മുകളിൽ നിന്ന് കാണുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ ഭംഗി എന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ കൈലാസ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള ബ്ലോഗ്സ് മുഴുവൻ വായിച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയുന്നത് അതിന്റെ യഥാർത്ഥ ആ ഒരു വലുപ്പം അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ നോക്കണം. ജസ്റ്റ് ഈ മലേന്റെ മുകളിൽ ചെന്നിട്ട് നോക്കിയാൽ മതി. ഒരു ഭാഗം മൊത്തത്തിൽ സീ പോലെ കാർവ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു പാറയിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടുന്ന് നോക്കുമ്പം നമുക്ക് ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അവിടെ കാണാൻ പറ്റും. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് മുകൾ ഭാഗത്ത് പോലെ അവരങ്ങ് ചെയ്തിട്ടുണ്ട്. മുകൾ ഏറ്റവും മുകളിൽ ഒരു ഇതിന്റെ മുകളിൽ ഒരു വട്ടം, ആ വട്ടത്തിന്റെ മുകളിൽ 4 സിംഹങ്ങള്, ആ സിംഹത്തിന്റെ മുകളിൽ ഒരു എക്സ് കാണാൻ പറ്റും. ആ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഇത്തരത്തിലുള്ള പല കൺസ്ട്രക്ഷൻസിന്റെ മുകളിലും ഒരു എക്സ് ചിഹ്നം ഉണ്ടാവും എന്ന് പറയും. അത് എന്തിനെന്നുള്ള അന്വേഷണം ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കോറയിലായാലും റെഡിറ്റിലായാലും പല ആൾക്കാരും പറയുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റാർക്കോ കാണാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ളൊരു ചിഹ്നമാണ്. മറ്റാർക്കോ മീൻസ് ഒരു അടയാളം പോലെ, ഒരടയാളം. അതായത് മുകളിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു അടയാളം. അവിടെയാണ് നമ്മൾ ഈ ഏലിയൻസ് എന്ന് പറയുന്ന വിഷയമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുന്നത്. അതായത് അവർക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റണം, അവരുടെ ഒരു എനർജി സോഴ്സ് ആണിത്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ആർട്ടായിട്ടും നമുക്ക് കാണാം, സെയിം മിസ്റ്ററി ആയിട്ടും നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കണ്ടത് ഇതിനെ ഒരു ആർട്ടായിട്ടാണ്. എങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവും. കാരണം എങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ ആണോ മനുഷ്യന് എന്നുള്ള തോട്ടിലല്ല. ഒരു ആർട്ടിസ്റ്റ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഈ ഒരു സാധനം ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു സാധനം. അത് തന്നെ ഒരു അത്ഭുതമാണ്. അതിൽ അത്രയും ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങൾ അന്നത്തെ ആ അതിനേക്കാളും എന്നെ ഇന്ന് ഞെട്ടിക്കുന്ന വിഷയമല്ല, 2 ലക്ഷം ടൺ പാറകൾ, 2 ലക്ഷം ടൺ പാറകൾ ആലോചിച്ച് നോക്ക്. ഇത് നമുക്ക് അവിടെ എവിടെയും കാണാൻ പറ്റില്ല. ഇന്നായിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് എംസാൻഡ് ആയിട്ട് പൊടിച്ചു കളഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം എവിടേക്കെങ്കിലും. പക്ഷെ അങ്ങനത്തെ ഒന്നും അവിടെ കാണാൻ പറ്റില്ല. ഒരു കൂമ്പാരം പോലെ അവിടെ എവിടെയില്ല. അങ്ങനെ ഇന്നും ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എവിടേക്ക് അന്വേഷിച്ചു പോയി കഴിഞ്ഞാലോ ഇത് ഈ വേസ്റ്റേജിന്റെ സ്ഥലത്തേക്ക് പോയി എന്ന് പറയുന്നൊരു, അത് പൊടിച്ചു കളഞ്ഞു. അതെങ്ങനെ പൊടിച്ചു? അത് അവിടെ മണ്ണായി പോയിട്ടുണ്ടാവുമോ? എങ്ങനെയാണ് ലേസർ ഉപയോഗിച്ചിട്ടാണോ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെയുള്ള ചിന്തകൾ പല പല ഡിസ്കഷൻസിനും വരുന്നുണ്ട്. അവിടെയാണ് ഈ കൈലാസ ക്ഷേത്രം എന്ന് പറയുന്ന ഈ ഒരു ടെമ്പിൾ ഒരു മിസ്റ്ററി ആവുന്നത്. അവിടെ ഹിസ്റ്ററി ഉണ്ട്. കാരണം ഇത് ഇന്നും ആർക്കും എപ്പോൾ വേണമെങ്കിലും പോയി കാണാവുന്ന ഒരു സാധനം. ഈ ഓൺലൈനിൽ ഇരുന്നിട്ട് നമുക്ക് ഓക്കെ ഇങ്ങനൊരു സാധനം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ എർത്തിൽ പോയി കാണാം, അതല്ല. അത് ഒരിക്കലെങ്കിലും മരിക്കുന്നതിന് മുമ്പേ കാണേണ്ട ഒരു സാധനം എന്ന് ഞാൻ എപ്പോഴും പറയുന്നുള്ളൂ. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ പിരമിഡ് കാണണം വലിയ ആഗ്രഹമുണ്ട്. അതിനെ ഒറ്റയ്ക്ക് ചെന്ന് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അതേപോലെ തന്നെ ഒരിക്കലെങ്കിൽ നമ്മുടെ നാട്ടില് എന്ന് പറയുമ്പോ കുറച്ച് ദൂരം എന്നാലും നമ്മുടെ നാട് പരന്നെടുക്കാണല്ലോ. പക്ഷെ അത് ഒരിക്കലെങ്കിലും അതിന്റെ മുമ്പ് പോയി നിൽക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. ഒരു വലിയൊരു UFO നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ. അതായത് പിരമിഡ് എന്താണോ, പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു UFO ആണ്
എന്ന് പറയുന്നത് പോലെ, കൈലാസം എന്ന് പറയുന്നത് ഒരു UFO ആണെന്ന് പറയുന്നത് പോലെ ഇവിടെ ഒരു UFO ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അത് മുകളിൽ നിന്ന് വന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്തതാണെന്നുള്ള കുറേ ഡിസ്കഷൻസ് ഉണ്ട്. അതായത് അത് എങ്ങനെയാണ് അത് പറയുന്നത് അറിയില്ല കേട്ടോ. ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു C ടൈപ്പിൽ ഈ ഒരു മല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ C ടൈപ്പിലാണ് ഈ ടെമ്പിൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ റെഡിറ്റിൽ ഡിസ്കഷനിൽ വന്നിട്ടുള്ളൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ C ടൈപ്പിൽ ഈ പീസ് വന്നിട്ട് ഇറങ്ങിയതാ. അതിൻ്റെ താഴെ ഒരു വലിയ സിറ്റി ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഡിസ്കഷൻ പോകുന്നത്. തെളിവുകളില്ല, കോൺസ്പിറസീസ് മാത്രമാണ്, ജസ്റ്റ് തോട്ട്സ് മാത്രമാണ്. അങ്ങനെ എവിടുന്നോ ആരോ സൃഷ്ടിച്ചെടുത്ത കൊത്തുപണികളുള്ള ഒരു സാധനം, ഒരു ടെമ്പിൾ വന്നിറങ്ങിയതാവാം എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഉണ്ട്. ഇത്തരത്തിലുള്ള ചില തോട്ട്സും ചില ഡിസ്കഷൻസും ആണ് ഇതിനെയും ഒരു മിസ്റ്ററി ആയിട്ട് മാറ്റുന്നത്. ഇപ്പോഴും അതിനുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളോ തെളിവുകളില്ല. അതായത് ഇതിപ്പോ ഏലിയൻസ് ആണെന്ന് പറയുന്നതിനും തെളിവില്ല, ഇത് മിസ്റ്ററി ഉണ്ട് എന്നുള്ളതിനും തെളിവില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം 8ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സാധനം സൃഷ്ടിച്ചത്. 18 കൊല്ലം കൊണ്ടാണ് സൃഷ്ടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ടൈംസ് ഓഫ് ഇന്ത്യ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. 18 കൊല്ലം കൊണ്ടാണ് ഈ ഒരു സാധനം ചെയ്തത്. ടൈംസ് ഓഫ് ഇന്ത്യ ഇത് റിപ്പോർട്ട് ചെയ്യാൻ ആരുമല്ല. എന്നാലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കാൽക്കുലേഷനിൽ അവർ പറയുന്നത് ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ടായാൽ പോലും, നമ്മുടെ ടൂൾസ് ഉപയോഗിച്ചിട്ടായാൽ പോലും മിനിമം ഒരു 100 വർഷമെങ്കിലും വേണം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ. പക്ഷെ അവര് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇത് റിപ്പോർട്ട് കൊടുത്തതുപോലെ പല വെബ്സൈറ്റിലും പല ആർട്ടിക്കിൾസിലും സെയിം സാധനം കൊടുത്തിട്ടുണ്ട്. 18 വർഷം എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ. അത് വന്നിട്ടുള്ളത് പല ഗ്രന്ഥങ്ങളിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ന രാജാവിന്റെ കാലഘട്ടം, ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. രാജാവിന്റെ കാലഘട്ടത്തിൽ 18 വർഷം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത ഒരു ക്ഷേത്രത്തിനെ കുറിച്ച്, ആ ഒരു സ്പേസിൽ ഉണ്ടാവേണ്ട ക്ഷേത്രം, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്ന ക്ഷേത്രം ഇതാണ്. സോ ഈ ഒരു ക്ഷേത്രത്തിനെ കുറിച്ചാണ് പല ഗ്രന്ഥങ്ങളിലും വിശദീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പൊ 18 ഒന്ന് ആലോചിച്ച് നോക്കും, 30 കൊല്ലം കൊണ്ട് പിരമിഡ് ഉണ്ടാക്കി. അപ്പൊ 18 കൊല്ലം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് എങ്കിൽ അത് ഹിസ്റ്ററി ആണോ മിസ്റ്ററി ആണോ? അതെ, അതും ഒരു ചോദ്യമാണ്. അതെ.